സുഹൃത്തുക്കളെ, നമ്മളുടെ ഒരു അടിപൊളി സ്ട്രോബെറി ജ്യൂസ് ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട്. അപ്പം മേടിച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ ഒന്ന് പഴുക്കാൻ വേണ്ടി ഒന്നായിട്ട് വെച്ചാണ്. അപ്പം ഞാൻ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എത്ര പഴുപ്പ് വന്നിട്ടില്ലായിരുന്നു. ഇപ്പം ഇതാകുമ്പോൾ നല്ല കളർ, നല്ല ചുവന്ന കളറിലേക്ക് വന്നിട്ടുണ്ട്. കാണാൻ നല്ല എന്ത് ഭംഗിയാണ്. അപ്പം എല്ലാവരും നമ്മൾ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് ഷേക്കാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. കാരണം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുകൊണ്ട് കുറച്ച് ഐസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഇത് രണ്ടായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കട്ട് ചെയ്യുമ്പോൾ എന്തൊരു സുഖമെന്ന് അറിയാമോ, എന്താ കളർഫുൾ. ഞാനതിലൊരു 3 സ്പൂണോളം ഞാൻ പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ഒരു 400 ml ഞാൻ തനിപ്പാൽ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം കൂടെ ചേർക്കാം, ജ്യൂസ് ആയതുകൊണ്ട്. നമ്മൾ പാല് നേരെ മിക്സറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ സ്ട്രോബെറിയും കൂടി ഇട്ട് കൊടുക്കുന്നു. ആ തൊട്ട് പിന്നാലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. അത് കഴിയുമ്പോൾ ലൈറ്റ് റോസ് കളറിലായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടും. അത് നേരെ നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. നല്ല നമ്മൾ സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ഒരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം എല്ലാവരും ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.